പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ദൈവത്തിന് മഹത്വം. അവേക്കനിങ് മിനിസ്ട്രിയുടെ ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിന്റെ 71ാമത്തെ എപ്പിസോഡിലേക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായെന്തൊരാനന്ദം. ഓ മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായെന്തൊരാനന്ദം. അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് 141 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് എഴുതിയിരിക്കുകയാണ്. അവിടെ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിച്ചത് കേൾപ്പിക്കാം. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. നമ്മളുടെ നാവ് എന്നുള്ള ഒരു കാര്യത്തെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് പ്രത്യേകമായി സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തുവാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കാരണം യോഗ്യമല്ലാത്ത വാക്കുകളാൽ അനേക അനർത്ഥങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണമേ. ഒരു കാവൽക്കാരൻ ഉണ്ടെങ്കിൽ പോകുകയും വരികയും ചെയ്യുന്ന ആളുകൾ ആരെന്ന് വ്യക്തമായി അറിയുവാൻ സാധിക്കും. അതുപോലെ നമ്മളുടെ വായ്ക്ക് ഒരു കാവൽക്കാരനെ നിർത്തിയാൽ അനധികൃതമായി വരുന്ന ഒരു കാര്യങ്ങളെയും സ്വീകരിക്കാതെ ആവശ്യമായ കാര്യങ്ങളെ മാത്രം സ്വീകരിച്ച് അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഒരു കാവൽക്കാരനെ നിർത്തുന്നത്. നാം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നാം ശ്രദ്ധയില്ലാതെ പറയുന്ന അനേക വാക്കുകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നാം അറിയുന്നുണ്ട്. സൂക്ഷ്മതയില്ലാതെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കും എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബജീവിതത്തെ അത് നശിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായി അത് മാറുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെയും അത് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് പലപ്പോഴും നാം ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾ, അതിനെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുമ്പോൾ അതിനെ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പല കാര്യങ്ങളും അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുന്നുണ്ട്. അവിടെ യാക്കോബ് പറയുമ്പോൾ ചില ഉദാഹരണങ്ങൾ സഹിതമായിട്ടാണ് യാക്കോബ് പറയുന്നത്. അതിനെ കുതിരയും അതിൻ്റെ കടിഞ്ഞാണും, കപ്പലും അതിൻ്റെ ചുക്കാനും, അഗ്നിയും അതിൻ്റെ ഇന്ധന ശക്തിയും, മൃഗങ്ങൾ, പക്ഷികൾ, സർപ്പങ്ങൾ, ഇങ്ങനെ മുതലായ പല കാര്യങ്ങളെക്കുറിച്ചും അപ്പോസ്തലൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ആഴമായി ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിലും വഴികാട്ടുന്നതിലും നാവ് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കുതിരയുടെ വായിൽ കടിഞ്ഞാണിട്ടാൽ അത് നമ്മെ അനുസരിക്കും. കുതിര വളരെ ശക്തിയുള്ളതാണ് എന്ന് നമുക്കറിയാം. നമുക്ക് അതിൻ്റെ ശരീരത്തെ ഏത് വിധേനയും നിയന്ത്രിക്കുവാൻ കഴിയും. അതുപോലെ 100 മനുഷ്യർ വിചാരിച്ചാൽ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അതേ അനേക കുതിരകളെ നിയന്ത്രിപ്പാൻ മനുഷ്യന് കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. കാരണം അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ടിരിക്കുന്നതിനാൽ അതിനെ നിയന്ത്രിപ്പാൻ കഴിയും. 100 കുതിരയെ മനുഷ്യർക്ക് നിയന്ത്രിപ്പാൻ കഴിയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വായിൽ ഒരു കടിഞ്ഞാണിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോസ്തലൻ ഇതൊക്കെയും പറയുന്നത്. കടിഞ്ഞാണില്ലാതെ പോയാൽ മനുഷ്യൻ
നിയന്ത്രണരഹിതനായി തീരും. നമ്മളുടെ ജീവിതത്തിൽ നാം പറയേണ്ടതായിരിക്കുന്ന വാക്കുകൾ, കാരണം നാം ആത്മീയരായിരിക്കുന്നത്രയും കാലം നാം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. നിയന്ത്രിക്കപ്പെടാത്ത നാവ് വളരെ നാശം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾക്ക് ഈ ലോകത്തിലെ അനേക സംഭവങ്ങളും ഒക്കെ യുദ്ധങ്ങളായിരുന്നാലും അതുപോലെയുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാത്ത നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മൂലമാണ്. അതുപോലെ ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ കപ്പലിൻ്റെ ചുക്കാൻ വളരെ ചെറുതാണ്, എങ്കിലും അതിനെ വലിയ കപ്പലുകളെ എത്രയും വലുതായിരുന്നാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് ഈ കപ്പലുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തെ അത് കാണിക്കുകയാണ്. എത്രമാത്രം ഭയങ്കരമായിരിക്കുന്ന ഭാരമേറിയ കാര്യങ്ങൾ നാം ചുമന്ന് പോയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും നമ്മെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു നല്ല ആത്മീയ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചുക്കാൻ അതിൽ കയറിയിരിക്കുന്ന ഏവരുടെയും അത്യന്തികമായിരിക്കുന്ന ലക്ഷ്യത്തിൽ അതിനെ എത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നാവ് ചെറുതാണ്, അതിന് നാം വലിയ പ്രാധാന്യത കൊടുക്കുന്നില്ല എന്ന് നാം കരുതരുത്. അത് ഏറ്റവും വലിയ പ്രാധാന്യത ഉള്ള ഒരു അവയവം തന്നെയാണ്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ ശക്തിയുള്ളതാണ് ഈ നാവ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അവൻ്റെ നിത്യതയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അതിന് ശക്തിയുണ്ട്. ജീവിത സാഗരത്തിൽ അലയുന്നവർക്ക് ലക്ഷ്യബോധം വളരുവാൻ തക്കവണ്ണമുള്ള ഒരു കഴിവ്, അതിനെ വളർത്തുവാൻ തക്കുന്ന ഒരു കഴിവ് അതിന് ഉണ്ടെന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ്. ആശ്വാസം അരുളുന്ന വാക്ക്, സന്തോഷം പകരുന്ന വാക്ക്, അതുമാത്രമല്ല സഹായവും സഹകരണവും നൽകുവാൻ തക്കവണ്ണമുള്ള വാക്കുകളെ പുറപ്പെടുവിക്കുവാൻ ഈ നാവിന് കഴിയും. ഞാനിവിടെ പറയുന്നത് വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ നാവ്. അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ നാവിനെ നാം നിയന്ത്രിക്കുന്നുവെങ്കിൽ നമുക്ക് അനേകരെ നിത്യതയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ നാവിൻ്റെ നാശോന്മുഖമായ ശക്തി അത് വളരെ ഭീകരമാണ്. എത്ര വലിയ കാടായാലും ചെറിയ അഗ്നി ആ കാട് മുഴുവൻ ദഹിപ്പിക്കുന്നു. കാട്ടിലെ ധാരാളം മൂല്യമുള്ള എല്ലാ വസ്തുക്കളെയും അത് നശിപ്പിച്ചു കളയുന്നു. ചെറിയ അഗ്നിയോളം നാശം വരുത്തുന്ന വേറെ ഏതെങ്കിലും പ്രകൃതിയിലുണ്ടോ എന്നും സംശയമാണ്. പ്രിയമുള്ളവരെ, നാവിനെ സംബന്ധിച്ച് നാവിനോട് ഉപമിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നാവ് എത്ര ചെറിയ അവയവമാണെങ്കിലും അതിൻ്റെ പ്രവൃത്തിഫലം വളരെ വലുതാണ്, അതിൻ്റെ ശക്തി വളരെ വലുതാണ് എന്ന് പറയുന്നുണ്ട്. സൂക്ഷ്മതയില്ലാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുവാനും ധാരാളം രക്തച്ചൊരിച്ചിലിന് കാരണവുമായി തീരുന്നുവെന്ന് നാം ലോകചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് അതുമാത്രമല്ല, കുടുംബജീവിതം തകരുവാൻ ഇടയാകുന്നു. നമ്മളുടെ നാവ് അത്രമാത്രം കഠിനമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. നാവ് ഏറ്റവും ചെറിയ അവയവമാണെങ്കിലും ഏറ്റവും തിന്മയും ചെയ്യുവാൻ അതിന് കഴിയും. അതേറ്റവും വളരെ ശക്തിയുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിനെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി, ഒരു ആത്മീയ എന്ന നിലയിൽ നാം വളരെ സൂക്ഷ്മതയോടുകൂടി നാം അതിനെ കൈകാര്യം ചെയ്യണം. സൂക്ഷ്മതയില്ലാതെ സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. കുടുംബജീവിതത്തിൽ നിന്ന് മാത്രമല്ല, സാമൂഹികമായിരിക്കും നമ്മളുടെ ജീവിതത്തിലും അത് ഏറ്റവും വളരെയധികം ദോഷം ഉളവാക്കും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ നാവിനെ എത്രത്തോളം നാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ, ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ അതിനെ നാം ഏറ്റവും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന, അതുകൊണ്ടാണ് എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരത്തെ കാക്കണമേ. എൻ്റെ അധരത്തെ വളരെ സൂക്ഷ്മതയോട്, കാരണം ദൈവ പൈതൽ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു അവയവമാണ് നാവ്.
അതുകൊണ്ട് മനുഷ്യന് അശുദ്ധനാക്കുന്നതും അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അവനെ അശുദ്ധമാക്കുന്നുവെന്ന് പറയുന്നുണ്ട്. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാവുകൊണ്ട് നാം പാപം ചെയ്യരുത്. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിയന്ത്രിക്കുന്ന, ആത്മീയ ജീവിതത്തിന് ഉത്തേജനം നൽകുന്ന, അനേകരെയും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന ഈ നാവിനെ നാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. മാത്രമല്ല, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാം അതുതന്നെ നമുക്കും പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരത്തെ കാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, യാക്കോബ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് ആ ഭാഗങ്ങളൊക്കെയും വളരെയധികം ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളാണ്. നമ്മളുടെ വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം അത് നാം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെയും അന്വർത്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഈ ആലോചന നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ആവശ്യമായ കൃപകളെ പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ,